നീ ശനിയാഴ്ച വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? പിന്നെന്താ ഇത്ര പെട്ടെന്ന്? എനിക്ക് നല്ല സുഖമില്ല. മനസ്സിനോ ശരീരത്തിനോ? രണ്ടിനും. തമ്മി കണ്ടുകൊണ്ട് മനസ്സിന്റെ അസുഖം മാറും. ഏതായാലും ഡോക്ടറെ കണ്ടേളെ. വേണമെങ്കിൽ ഞാൻ തന്നെ പരിശോധിക്കാം. മൃഗങ്ങൾക്കും മനുഷ്യനും തമ്മിലുള്ള മെഡിസിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നിനക്ക് എന്ത് പറ്റി? ചെറിയൊരു പനി. ഒരാഴ്ചത്തെ ലീവ് എടുത്തു പോന്നു. ഓ, രക്ഷപ്പെട്ടു. എന്തെങ്കിലും അസുഖം വന്നാലെങ്കിലും ലീവ് എടുത്ത് പോരുമല്ലോ. വേണമെങ്കിൽ ഒരാഴ്ച ഞാൻ ലീവ് എടുക്കാം. കയറുന്നല്ലേ? ചെന്നൊന്ന് കിടക്കട്ടെ. മരുന്നെല്ലാം വാങ്ങണോ? കഴിച്ചതാ. ഞാനും കൂടെ വന്നേനെ. നീ വരുന്ന ദിവസം എല്ലാം ഇവിടെ പേഷ്യൻസിന്റെ തിരക്കായിരിക്കും. ആ, സാരമില്ല. ഏതായാലും ഇനി നീ ഇവിടെ ഒരാഴ്ച ഉണ്ടല്ലോ. ശ്രീനിയെ പോലെയുള്ളൊരു കുഞ്ഞിന്റെ അമ്മയാവുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. പക്ഷേ എന്നോട് ക്ഷമിക്കണം സർ. ഐ എം എൻഗേജ്ഡ്. എന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. എന്താ സാറേ വിളിച്ചത്? ഷീല വന്നില്ലേ? ഷീറ്റ് വാങ്ങാൻ സത്യവാലം പോയിട്ടുണ്ട്. ഇവിടെ തനിക്ക് ചെവി വെക്കാൻ ഒരു കുന്തം വാങ്ങാൻ ഞാൻ പൈസ തന്നല്ലേ? ഉവ്വ്. എന്നിട്ട് വാങ്ങിയില്ലേ? ഇല്ല. അതെന്താ? ആ കുന്തം വെച്ചാ ഇപ്പൊ കേൾക്കുന്നതും കൂടി പോകുന്ന എല്ലാവരും പറയണേ. അതുകൊണ്ട് ആ പൈസ എടുത്ത് ഞാൻ മറച്ചു. ഷീല വന്നില്ല എന്നാ ചോദിച്ചത്? ഇല്ല, അസുഖം മാറി കാണില്ലായിരിക്കും. ഞാൻ പൊയ്ക്കോ. എങ്ങനെ? പോടോ. ആ ആ ആ ചോറ് വരുന്നു മോളെ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ ശ്രീമോൾ ഒന്നും കഴിക്കുന്നില്ല സാറേ. എന്ത് പറ്റി? മോൾ എന്താ ഒന്നും കഴിക്കാത്ത? ഡാഡി എന്തിനാ ആന്റിയെ പറഞ്ഞു വിട്ടത്? ഞാൻ പറഞ്ഞു വിട്ടില്ലല്ലോ. ആന്റി ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കല്ലേ? എന്തിനാ ആന്റി പോയത്? അതിപ്പോ ഡാഡിക്ക് എങ്ങനെ അറിയാം? ഡാഡി ആന്റിയെ വഴക്ക് പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ആന്റി എന്താ എന്നോട് പറയാതെ പോയത്? ആന്റി വരും മോളെ, നീ ഊണ് കഴിക്കേ. ആന്റിയുടെ വീട് എവിടെയാ ഡാഡി? എന്തിനാ? നമുക്കൊന്ന് പോയാലോ? അത് വേണ്ട മോളെ, ആന്റി നാളെ മറ്റന്നാളെ വരും. തീർച്ചയാണോ? തീർച്ച. ഇപ്പൊ സന്തോഷമായില്ലേ? ഇനി ഊണ് കഴിക്ക്, ഞാൻ വരുത്തരാം. വേണ്ട, ഞാൻ തന്നെ ഉണ്ടോളാം. രുദ്രാണി, രുദ്രേ, ചോറിൽ വിഷം കലർത്തി കൊടുത്തോ? കൊടുത്തു. ഉഗ്ര വിഷമായിരുന്നല്ലേ? പട്ടി ചത്തു ഇല്ലേ? പട്ടിയല്ല, നമ്മൾ വളർത്തുന്ന കോഴിയല്ലേ ചത്തത്. അങ്ങേ വീട്ടിൽ നിന്ന് ഇവിടെ ഒരു പൂവൻകോഴി വരില്ലായിരുന്നോ? അതും ചത്തോ? വിഷം നിന്ന് ചാകാതിരിക്കുവോ? കോഴിയുടെ വില കൊടുത്തില്ലേ, പോലീസിൽ പരാതിപ്പെടുമെന്നും പറഞ്ഞ് അപ്പുറത്തെ സാറാമ്മ ഇവിടെ ഒന്ന് ബഹളം വെച്ചിട്ട് പോയതേ ഉള്ളൂ. ചേടാ, ഇത് ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് അടിച്ചെന്ന് പറഞ്ഞ പോലെയായല്ലോ. പട്ടി ചോറ് തിന്നില്ലേ? വെച്ച ചോറിന്റെ പാതി തിന്നു, അതിനൊരു കുഴപ്പമില്ല. ഇനിയല്ല പിശാചും പട്ടിയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണോ? അളിയ എന്തോന്നായി കാണിക്കുന്നേ? അളിയ, ഇത് പരിശീലനത്തിന്റെ 2ാം ഘട്ടമാ. പോക്കറ്റിൽ പോണ്ടതല്ലേ? അപ്പോ പട്ടിയെ ഏത് രീതിയിൽ നിൽക്കാനും പഠിപ്പിക്കണം. നാളെ ഇവിടെ വന്ന് തല കുത്തി നിർത്തണം. അളിയാ, നെല്ലിക്കാത്തളം എന്നൊരു ചികിത്സയുണ്ട്. അതൊന്ന് പരീക്ഷിച്ചാ നന്നായിരിക്കും. പട്ടിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. പട്ടിക്കല്ല, അളിയന്റെ തലയിലാ നെല്ലിക്കാത്തളം വെക്കേണ്ടത്. വാരല്ലേ അളിയ? എന്റെ ഗതികേടിന് അളിയന്റെ പെങ്ങളെ ഞാനൊന്ന് കെട്ടിപ്പോയി. അതിനെന്ത് പിഴ വേണമെങ്കിൽ ഞാൻ തരാം. ദൈവത്തെ ഓർത്ത് ഈ പട്ടിയെ കൊണ്ടൊന്ന് പോയി തരാവോ? അളിയന് ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇവിടെ പത്ര റിപ്പോർട്ടർമാര് വന്ന് നിറയുമ്പോ അളിയന് ഈ പട്ടിയുടെ വില മനസ്സിലാവും. ഒരു 10 ദിവസത്തെ കൂടി അളിയനൊന്ന് ക്ഷമിക്കേ. ഓൺലി 10 days. 10 ദിവസത്തിനകം ഞങ്ങൾ ഒരു പരുവത്തിലാവൂ അളിയോ? സാറേ, ശ്രീമോൾക്ക് നല്ല പനി. ട്യൂഷൻ കഴിഞ്ഞ് വന്ന പാടെ കയറി കിടക്കുക. എന്നിട്ട് എന്താ എനിക്ക് ഫോൺ ചെയ്യാഞ്ഞത്? സാറ് വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് കുഞ്ഞു പറഞ്ഞു. ഇനി പട്ടി കടിച്ചതിന്റെ വല്ലതുമാണോ? ഹൈ ടെമ്പറേച്ചർ ഉണ്ടല്ലോ. പട്ടി എന്നാ കടിച്ചത്? 4-5 ദിവസമായി കാണും. ഏതായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അത്യാവശ്യം തോന്നിയാൽ ആന്റി റാബി ഇഞ്ചക്ഷൻ കൊടുക്കണം. മിസ്റ്റർ മേനോൻ, മിസ്റ്റർ മേനോൻ,
ഇഞ്ചക്ഷൻ പൊക്കലിന് ചുറ്റുമായതുകൊണ്ട് നല്ല വേദന കാണും. വീട്ടിൽ നിന്ന് ആരെങ്കിലും കുഞ്ഞിനെ നോക്കാനുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വീട്ടിലൊരു വേലക്കാരി മാത്രമേ ഉള്ളൂ ഡോക്ടർ. അവർക്കിതൊന്നും പരിചയം കാണില്ല. ഞാൻ DMOയോട് പറഞ്ഞ് ഒരു നഴ്സിനെ ഏർപ്പാട് ചെയ്യാം. ബൈ പട്ടി എങ്ങനെ ഇരിക്കുന്നു? അത് ഒന്നും കഴിക്കുന്നില്ല ഡോക്ടർ. പനി പിടിച്ച പോലെ ഇരിക്കുന്നു. കൂട്ടി നയിച്ചു വിടാതെ അതിനെ വാച്ച് ചെയ്തോളൂ. ആരാ അത്? ഞാനാ ഡ്രൈവർ മത്തായി. ബോസിന്റെ ഡ്രൈവറാണമ്മേ. എന്താ മത്തായിച്ച? ഞാൻ വക്കച്ചൻ പറഞ്ഞിട്ട് വന്നതാ. കുഞ്ഞെന്താ ജോലിക്ക് വരാത്തത്? അവൾക്ക് നല്ല സുഖമില്ലായിരുന്നു. ഇനിയിപ്പോ 18-ാം തീയതി അവളുടെ കല്യാണം നിശ്ചയമാണ്. അപ്പോ അതും കൂടി കഴിഞ്ഞിട്ട് പോയാ മതിന്ന്. ശ്രീമോൾക്ക് സുഖാണോ? അത് വന്ന് പറയാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചത്. കുഞ്ഞ് ആശുപത്രിയില്ല. അയ്യോ, എന്ത് പറ്റി? വീട്ടിൽ വളർത്തിയിരുന്ന പട്ടി ഒന്ന് കടിച്ചു. എന്നിട്ട്? പട്ടിക്ക് പേ ഉണ്ടായിരുന്ന വിവരം ആരും അറിഞ്ഞില്ല. പട്ടി ചത്തു. മോളെ ഇപ്പൊ ആശുപത്രിയിൽ ഇരുട്ടുമുറിയിൽ കിടത്തിയിരിക്കുക. എന്റെ ഈശ്വരാ! പൊക്കളിന് ചുറ്റും കുത്തിവെക്കുക. എന്താ മോളുടെ കരച്ചിൽ? കുട്ടിയുടെ അടുത്ത് നിൽക്കാൻ സ്വന്തക്കാരായിട്ട് ആരെങ്കിലും വേണമെന്ന ഡോക്ടർ പറയുന്നത്. മുതലാളിക്ക് സ്വന്തക്കാരായിട്ട് ആരാ ഉള്ളത്? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. പൊന്നുംപുറം പോലെയുള്ള കുഞ്ഞ് വാടി തളർന്നുപോയി. കുത്തിവെക്കുമ്പോ ആന്റി ആന്റിന്ന് വിളിച്ച കരച്ചിൽ. സ്വന്തക്കാരെങ്കിലും മോളുടെ അടുത്ത് നിർത്തുന്ന ഡോക്ടർ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ വന്നുകൊണ്ട് വിവരം അറിയിക്കാൻ വക്കച്ചൻ എന്നെ പറഞ്ഞേച്ചതാ. അസൗകര്യമില്ലെങ്കിൽ കുഞ്ഞ് അത്തോടം വരെ ഒന്ന് വരുന്നത് നന്നായിരിക്കും. നിങ്ങൾ എന്തായി പറയുന്നത്? പേപ്പട്ടി അടിച്ച് ആശുപത്രി കിടക്കുന്നവരടുത്ത് ആരെങ്കിലും നിൽക്കുമോ? സ്വന്തം മക്കളാണ് അമ്മമാർ നിൽക്കാറില്ലേ? ആ കുട്ടി ഷീലക്കുഞ്ഞിനെ സ്വന്തം അമ്മയെ പോലെ കരുതുന്നത്. അടുത്ത ആഴ്ച അവളുടെ കല്യാണം നിശ്ചയാണ്. ഈ സമയത്ത് അവളെ അയക്കുന്നത് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? കുട്ടിയുടെ സ്ഥിതി അല്പം മോശമാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ വന്ന് വിവരം അറിയിച്ചത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ ഇറങ്ങുന്നു. മോളെ, ശ്രീമോളെ, ആന്റി വന്നു. എഴുന്നേക്ക് മോളെ. മോളെ, മോളെ, എന്ത് പറ്റി? ശ്രീമോൾ, ശ്രീമോൾ, നീ ആ കുട്ടിയുടെ കാര്യം തന്നെ ചിന്തിച്ച് ഉറങ്ങാതിരുന്നിട്ടാ. അതും ഇതും ആലോചിക്കാതെ നാമം ജപിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ, അമ്മേ, നീ ഇതെവിടെ പോകുന്നു? ഞാൻ ശ്രീമോളെ ഒന്ന് കണ്ടിട്ട് വരാം. പേപ്പട്ടി കടിച്ചു കിടക്കുന്ന ആ കുട്ടിയെ പരിഹരിക്കാൻ പോവുകയാണോ? നിനക്കെന്ത് ഭ്രാന്തുണ്ടോ? ആ കുഞ്ഞിന് ഞാനെന്ന് വെച്ച ജീവനാ. അത് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് പോയില്ലെങ്കിൽ മോശമില്ലേ അമ്മേ? ഒരു മോശമില്ല. സാധാരണ രോഗികളെ കാണാൻ പോകുന്നില്ലെന്നാണ് നിന്റെ വിചാരം? ആ കുട്ടിയുടെ അടുത്ത് നിനക്ക് ചെല്ലാൻ പറ്റുമോ? ദേ, 18-ാം തീയതി കല്യാണം നിശ്ചയാണ്. ഗൗതമൻ എങ്ങാനും അറിഞ്ഞാ ഗൗതമേട്ടന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഏതായാലും ഒന്ന് പോയിട്ട് വരാമേ. എനിക്ക് ശ്രീമോളെ കാണാതിരിക്കാൻ വയ്യ. അത്ര നിർബന്ധമാണെങ്കിൽ പോയേച്ചു വാ.
ദേ പിന്നെ ഒരു കാര്യം, ആ കുട്ടിയെ തൊടുകയും പിടിക്കുകയൊന്നും ചെയ്യരുത്. ദൂരെ നിന്ന് കണ്ടേച്ച് നീ എന്നെ ഇനി പോരണം. ദേവി, എന്റെ ശ്രീമോളെ കാത്തു രക്ഷിക്കണേ. ശീലമോള് വന്നോ? വളരെ സന്തോഷം. കുഞ്ഞിനെങ്ങനെ ഇരിക്കുന്നു? ഒന്നും പറയാറായിട്ടില്ല. എവിടെയാ കിടക്കുന്നത്? നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞു പോയാൽ അവസാനത്തെ വാർഡാ, ഐസൊലേഷൻ വാർഡ്. ഞാൻ കൂടെ വരണോ? വേണ്ട. ഷീല വിവരം അറിഞ്ഞു വരികയാണോ? അതെ സർ. അസുഖമായത് മുതൽ അവൾ ആന്റിയെ മാത്രമാണ് വിളിക്കുന്നത്. വരൂ. ശ്രീമോളെ, ശ്രീമോളെ, മോളെ, നിന്റെ ആന്റി വന്നിരിക്കുന്നു. ശ്രീമോളെ, നോ, അവളെ തൊടണ്ട. വരൂ. ഞാനും ഡോക്ടറും നഴ്സും അല്ലാതെ ഇതുവരെ മറ്റാരെയും ആ മുറി കയറ്റിയിട്ടില്ല. ആന്റിയെ കാണണമെന്ന് മോൾ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് മാത്രമാ നിങ്ങളെ ഞാൻ അവളുടെ അടുത്ത് കൊണ്ടുവന്നത്. സർ, എന്റെ ശ്രീമോളെ ഇനി ഞാൻ നോക്കിക്കൊള്ളാം. ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. എനിക്ക് എന്ത് സംഭവിച്ചാലും ശ്രീമോളെ ഞാൻ ശുശ്രൂഷിച്ചോളാം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ അഫെക്ഷൻ, ബട്ട് സർ പ്ലീസ്. നിങ്ങൾ ഡോക്ടറെ കാണും. അദ്ദേഹം അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുവദിച്ചാൽ ഇറ്റ്സ് ലെഫ്റ്റ് യു. ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങിയത്. അതൊരു ദൈവാധീനമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നു. കുഞ്ഞിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് ഡോക്ടർ? ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇഞ്ചക്ഷൻ തീർന്നു കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ നോക്കൂ. ലെറ്റ് us hope for the best. നിങ്ങൾ കുട്ടിയെ പരിചരിക്കാൻ തീരുമാനിച്ച നിലയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. എടുക്കാം സർ. സിസ്റ്റർ, യെസ് ഡോക്ടർ. give her an antivenin injection. യെസ്, വരൂ. ഇത് 10 മണിക്ക് കളക്ടറേറ്റിൽ കൊണ്ടുകൊടുക്കണമെന്നാ മുതലാളി പറഞ്ഞത്. താൻ എന്തെങ്കിലും താമസിച്ചത്? ബസ് കിട്ടണ്ടേ? ഇവിടുത്തെ പിയൂൺ സഞ്ചരിക്കുന്നത് ബെൻസ് വണ്ടിയില്. അപ്പൊ വർക്ക് സൂപ്പർവൈസറായ ഞാൻ ഏത് വണ്ടി സഞ്ചരിക്കണം? നീ ശവവണ്ടിയിൽ സഞ്ചരിച്ചോ? ഇത് പിടിക്ക്, കൊണ്ടുപോക. അല്ല, മുതലാളിയുടെ പട്ടിയെ കുട്ടി കടിച്ചെന്ന് കേട്ടല്ലോ, എന്തായി? താൻ ഏത് കോത്താഴ്ത്തുകാരനാടോ? പട്ടിയെ കുട്ടിയല്ല കടിച്ചത്, കുട്ടിയെ പട്ടിയാണ് കടിച്ചത്. രണ്ടായാലും കടിച്ചല്ലോ, എന്നിട്ടെന്തായി? കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട ശീല കുഞ്ഞിന് വരാൻ തോന്നിയത്. അവള് വന്ന് രാവും പകലും ശുശ്രൂഷിച്ചുകൊണ്ട് ആ മോള് രക്ഷപ്പെട്ടു. സാറിന് മണിയടിക്കാൻ പറ്റിയ സമയമായിരുന്നു. പക്ഷെ എങ്ങനെയാ വിശ്വസിച്ച് നോക്കുന്നത്? അതെന്താ? കടിച്ചത് പേപ്പട്ടിയല്ലേ? അതുകൊണ്ട് കൊച്ച എന്നെ എങ്ങാൻ പിടിച്ച് കടിച്ചാലോ? ഞാൻ ഒറ്റ പീക്കും.
ഷീലേ, ഗൗതമേട്ട മരുന്ന് വഴിയാണോ? അതെ, വരൂ. ഞാനൊരു കത്തയച്ചിരുന്നത് കിട്ടിയോ? കിട്ടി. അതുകൊണ്ടാണ് ഞാനിപ്പോ വന്നത്. ശ്രീമോളുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. എങ്കിലും ഒരു 10 ദിവസം കൂടെ സൂക്ഷിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മറ്റന്നാൾ നമ്മുടെ വിവാഹ നിശ്ചയമാണെന്ന് നിനക്കറിഞ്ഞൂടെ? വിവാഹ നിശ്ചയം 2 ആഴ്ചത്തേക്ക് നീട്ടിവെക്കാൻ ഞാൻ അമ്മയ്ക്കും ഗൗതമേട്ടനും എഴുതിയിരുന്നല്ലോ. എന്താ കാരണം? നിശ്ചയം നീട്ടിവെക്കാൻ നിന്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചോ? ഗൗതമേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വിവാഹ നിശ്ചയവും വിവാഹവും പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ചടങ്ങുകളാണ്. അത് മാറ്റിവെക്കണമെന്നാണോ നീ പറയുന്നത്? നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? 10 ദിവസം കൂടി കഴിഞ്ഞാൽ ശ്രീമോളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവളെ ഈ നിലയിലിട്ടിട്ട് എങ്ങനെയാണ് ഗൗതമേട്ട ഞാൻ വരുന്നത്? അച്ഛനും അമ്മായും നാട്ടിലുള്ളവരെയൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. വരുന്നവരോട് എന്ത് സമാനം പറയണം? വരുന്നവരെല്ലാം നമ്മളെ അറിയാവുന്നവരല്ലേ ഗൗതമേട്ട? ഇന്ന് തന്നെ ചെന്ന് വിവരം പറഞ്ഞാ പോരെ? ശ്രീമോളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അടുത്ത വണ്ടിക്ക് ഞാൻ വന്നേക്കാം. എന്നോട് പിണക്കൊന്നും തോന്നരുത്. ഷിലേ, വിവാഹ നിശ്ചയം മാറ്റിവെക്കണ്ട. ഗൗതമനോടൊപ്പം വീട്ടിലേക്ക് പോയിക്കോളൂ. ഇല്ല സർ, മോളുടെ അസുഖം മാറിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഗൗതമേട്ടനോട് ഞാൻ എല്ലാ വിവരവും പറഞ്ഞിട്ടുണ്ട്. ഷീല പോയിക്കോളൂ. മോൾക്കിപ്പം അസുഖം കുറവുണ്ടല്ലോ. മോളെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. സാർ എന്നെ നിർബന്ധിക്കരുത്. നിങ്ങൾ എന്റെ മകൾക്ക് വേണ്ടി വലിയ ത്യാഗമാണ് ചെയ്യുന്നത്. ആരും ചെയ്യാത്ത ത്യാഗം. എന്റെ ഭഗവതി, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? പേ പിടിച്ചിരിക്കുന്ന അവക്കാണോ ആ കുട്ടിക്കാണോ എന്നാ ഇപ്പൊ എന്റെ സംശയം. ഗൗതമ, ആ കുട്ടിയോട് എന്താ അവക്ക് ഇത്ര വലിയ താല്പര്യം? സ്വന്തം ജീവനേക്കാൾ വലുതാണോ ആ കുഞ്ഞ്? എനിക്കറിയില്ല മോനെ. അമ്മ എന്തിനാ അവളെ പോകാൻ അനുവദിച്ചത്? പോകണ്ടെന്ന് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ. അവള് കേക്കണ്ടേ? അവൾക്കും എന്തെങ്കിലും സംഭവിച്ചാലോ? വരാൻ പാടില്ലെന്നില്ലല്ലോ. 18-ാം തീയതിയെ കല്യാണ നിശ്ചയം വെച്ചിരിക്കുക. ഏതായാലും ഞാൻ ഇന്ന് തന്നെ പോയി അവളെ വിളിച്ചോണ്ട് വരും. നീ എന്റെ കൂടെ ഒന്ന് വരണം. ഞാൻ വരില്ല. അതെന്താ മോനെ? വരില്ല, അത്ര തന്നെ. എനിക്ക് പട്ടണത്തിൽ ഒരു പരിചയമില്ല, അതുകൊണ്ടാ മോനെ. അമ്മായി അവിടം വരെ പോയി എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അസുഖം ചികിത്സയൊക്കെ കഴിഞ്ഞ് അവൾക്ക് സൗകര്യമുള്ളപ്പോ വരട്ടെ.